അനൂപ് മേനോൻ, ധ്യാൻ ശ്രീനിവാസൻ, രവീന്ദ്ര നീ എവിടെ സിനിമേൻ്റെ പേരാണ്. എനിക്ക് തോന്നിയത് ഈ സിനിമ ഞാൻ എന്തിനാണ് കണ്ടതെന്നായിരിക്കും നിങ്ങളിപ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കാൻ പോകുന്നത്. കാരണം ഇത് പേര് കേട്ടാൽ തന്നെ അറിഞ്ഞുകൂടെ. എനിക്കിത് കാണണമെന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, കണ്ടുപോയി. കാരണം നമുക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഏത് പടം ഇങ്ങനെ ചാടിക്കേറി കാണും. അങ്ങനെ കണ്ടു. എന്താ പറയുക, ഒരു പുള്ളി മറ്റേ കാലാവസ്ഥ നിരീക്ഷകനാണ്, അനൂപ് മേനോൻ നായകനാണ്. അപ്പോൾ ഇടയിലൊരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഭാര്യനെ സംശയിക്കും. അങ്ങനെ ഭാര്യനെ അറിയേണ്ടിക്ക് നമ്മുടെ വടക്ക് നോക്കി കേന്ദ്രത്തിൽ ശ്രീനിവാസൻ ചേട്ടൻ അടുത്ത ഞാൻ ദൂരെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വേറെ ഹോട്ടലിൽ എടുക്കുമല്ലോ, അതേപോലെ പുള്ളി സ്വന്തം ഫ്ലാറ്റിൽ സ്വന്തം വേറൊരു റൂമുണ്ട്, അതിൽ ലോക്ക് ചെയ്ത് എന്താ നടക്കുന്നത് അറിയാൻ നോക്കും. പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണ് രസകരമായ രീതിയിൽ അവതരിപ്പിക്കാൻ നോക്കി പാളിപ്പോയതാണ്. എന്തായാലും ഈ സിനിമ ആകെ 1.25 മണിക്കൂറുള്ളൂ, അത് ഭാഗ്യം. അത് തന്നെ എനിക്ക് ഭയങ്കര യുഗങ്ങളായിട്ടാണ് തോന്നിയത്. ഒരു സീരിയൽ ടച്ച് മേക്കിങ്ങിലൊക്കെ പുള്ളി സീരിയലിൻ്റെ റൈറ്റർ ആയതുകൊണ്ടായിരിക്കാം, പക്ഷേ ഇതിലൊരു ഹ്യൂമറിന് സാധ്യത ഉണ്ടായിരുന്നു. ഒരു അത്യാവശ്യം നല്ല രീതിയിൽ എങ്ങനെ പോയാലും ഒരു ഫീൽ ഗുഡ് ലെവലൊരു വാച്ചബിളായിട്ടേ വരുള്ളൂ ഈ ഒരു സ്റ്റോറി ലൈനിൽ. പക്ഷെ അത് എടുക്കാവുന്ന രീതിയിൽ കുറച്ചും കൂടെ എടുത്താണ് നന്നായിരിക്കും. രവീന്ദ്ര നീ എവിടെ, നിങ്ങൾക്ക് എന്നെപ്പോലെ കുറച്ച് പ്രാന്തുണ്ടെങ്കിൽ പോയി കാണുക. ഏതാണെങ്കിലും സിനിമ കാണാം നോക്കാം എന്ന് പറയുന്നവരാണെങ്കിൽ പോയി കാണാം, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ഭയങ്കര മോശം പടം തന്നെയായിരുന്നു രവീന്ദ്ര നീ അവിടെ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ